കേബിൾ ടി.വി. ബ്രോഡ്ബാൻഡ് രംഗത്തെ സാധ്യതകളും വെല്ലുവിളികളും ചർച്ച ചെയ്യുന്നതിനും പുതിയ കാലഘട്ടത്തിലേക്ക് ചുവടുവയ്ക്കാൻ കേബിൾ ടി.വി. ഓപ്പറേറ്റർമാരെ സജ്ജമാക്കുന്നതിനുമായി സിഒയുടെ ആഭിമുഖ്യത്തിൽ ദ്വിദിന നേതൃ പരിശീലന ക്യാമ്പ് ആരംഭിച്ചു. മിഷൻ 30 എന്ന പേരിൽ ചെറായി ബീച്ച് റിസോർട്ടിൽ നടക്കുന്ന ക്യാമ്പിൽ സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും കേരള വിഷൻ സംരംഭങ്ങളുടെ ഭാരവാഹികളുമാണ് പങ്കെടുക്കുന്നത്. ക്യാമ്പ് ഇന്ന് വൈകിട്ട് സമാപിക്കും. കേബിൾ ടി.വി. ഇന്റർനെറ്റ് മേഖലയിലെ നൂതന ആശയങ്ങൾ പങ്കുവയ്ക്കുന്നതിനും കേരളത്തിലെ 6000-ഓളം കേരള വിഷൻ കേബിൾ ടി.വി. ഓപ്പറേറ്റർമാർക്ക് പുതിയ കാലത്തിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി എങ്ങനെ മുന്നേറാം എന്ന് ചർച്ച ചെയ്ത് നൂതന പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനുമായാണ് 2 ദിവസത്തെ ലീഡേഴ്സ് ക്യാമ്പ് സിഒഎയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത്. മിഷൻ 30 എന്ന പേരിൽ എറണാകുളം ചെറായി ബീച്ച് റിസോർട്ടിൽ നടക്കുന്ന ക്യാമ്പിൽ 9 സെഷനുകളിലായി ഈ മേഖലയിലെ പ്രമുഖർ പങ്കെടുക്കുന്ന ക്ലാസുകൾ നടക്കും. ക്യാമ്പിന്റെ ആദ്യ ദിനത്തിൽ കേരള മോഡൽ 3 റോൾ ഓഫ് കേരള വിഷൻ എന്റർപ്രണേഴ്സ് എന്ന വിഷയത്തിൽ ഡെൻവർ യൂണിവേഴ്സിറ്റി, അമേരിക്കൻ യൂണിവേഴ്സിറ്റി ഓഫ് ഷാർജ എന്നിവയിലെ ഫാക്കൽറ്റി സാം തോമസ് ക്ലാസ് എടുത്തു. നിങ്ങളുടെ ഈ മോഡൽ ലോകത്തെല്ലായിടത്തും എത്തിക്കുക. കാരണം അമേരിക്കയ്ക്ക് ഇതിന്റെ ആവശ്യമുണ്ട്. എന്നാൽ അതിലൊക്കെ ഒരു നീക്കുണ്ടാക്കി ചർച്ച ചെയ്ത് സൊല്യൂഷൻസ് ഉണ്ടാക്കി മുന്നോട്ട് പോവുക. തുടർന്ന് IPO സാധ്യതകളെക്കുറിച്ച് കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ MGB പണിക്കരും, തുടർന്ന് MSc ക്ലസ്റ്റർ പദ്ധതികളെക്കുറിച്ച് MSME മിനിസ്റ്ററി അസിസ്റ്റന്റ് ഡയറക്ടർ K. രേഖ എന്നിവരും ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ക്യാമ്പിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷനായിരുന്നു. ജനറൽ സെക്രട്ടറി PB സുരേഷ് സ്വാഗതം പറഞ്ഞു. പുതിയ കാലഘട്ടം ആവശ്യപ്പെടുന്ന തരത്തിലേക്ക് നമ്മളുടെ പ്രവർത്തനങ്ങളെ നമ്മൾ മാറ്റിയെടുക്കണം. അതിന് നമ്മളുടെ മൈൻഡ് സെറ്റ്, നമ്മളുടെ മാനസികാവസ്ഥ ആ തരത്തിലേക്ക് നമുക്ക് ഉയർത്തിക്കൊണ്ടുവരണം. നമ്മൾ ഉയരുമ്പോഴാണ് നമ്മളുടെ താഴെത്തട്ടിലുള്ള ആളുകളെ കൂടി മാറ്റി ഒരു പൊതുവായ ഒരു മുന്നേറ്റം നമുക്കുണ്ടാക്കിയെടുക്കാൻ കഴിയുക. സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, കേരള വിഷന്റെ വിവിധ സംരംഭങ്ങളുടെ ഡയറക്ടർമാർ എന്നിവരുൾപ്പെടെ 70ഓളം പേരാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.